ഇന്നത്തെ പാഠം മിനിമലിസം എന്നതിനെ പറ്റിയാണ് കേട്ടോ. പലരും കേട്ടിട്ടുണ്ടാവും മിനിമലിസം പ്രാക്ടീസ് ചെയ്യുന്നവരുടെ കാര്യങ്ങൾ. നമ്മൾ ഈ മാർച്ച് 1 ചാലഞ്ച് തുടങ്ങല്ലേ, അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു മിനിമലിസത്തിനെ പറ്റിയും കൂടെ ഒന്ന് പറഞ്ഞൊരു അവലോകനം നല്ലതല്ലേ എല്ലാവർക്കും. മിനിമലിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആവശ്യമുള്ളത് മാത്രം വാങ്ങിക്കുക എന്ന് തന്നെയാണ് കോൺസെപ്റ്റ് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളത് മാത്രം വാങ്ങിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ലാഭം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയും വേണം. എന്നാലാണ് നമുക്ക് വെൽതിയറായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. സപ്പോസ് ഒരു 30s ഉള്ള ആൾക്കുള്ള മിനിമലിസവും 50s നമ്മളെപ്പോലെയുള്ള ആൾക്കുള്ള മിനിമലിസവും രണ്ട് തരത്തിലായിരിക്കണം. കാരണം 30s ആളുകൾക്ക് ദേ ഷുഡ് നോ whether they are going to settle down in one place ഇല്ല if they are going to live in a nomadic way. nomadic എന്ന് ഉദ്ദേശിക്കുന്നത് കെട്ടിപ്പറക്കി പോകാൻ ഇഷ്ടമുള്ളവർ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോവാം. ഇപ്പോൾ ഒന്നിനോടൊരു അറ്റാച്ച്മെൻ്റ് ഇല്ലാതെ, അതായത് പ്യുവർ വേ ഓഫ് ഒരു ബാഗിൽ ഒതുങ്ങാവുന്ന സാധനങ്ങളുമായിട്ട് ജീവിക്കുന്നവർ. ഞാൻ ഈ വോഗിൻ്റെ ഫാഷൻ എഡിറ്റർ ഒരു ലേഡി ഉണ്ടായിരുന്നു കേട്ടോ, പേര് ബീന എന്നാണെന്ന് തോന്നുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകളും അദ്ദേഹം കൂടെ ചേർന്ന് എന്താ തീരുമാനിച്ചതെന്ന് വെച്ചാൽ ആ സ്ത്രീക്ക് വന്നിട്ട് ആ സ്ത്രീ എന്താ ചെയ്യണേന്ന് വെച്ചാൽ ആ കുട്ടിക്ക് എന്തായാലും ഒരു ചെറിയ ലൈഫ് മതി എന്നുള്ളൊരു തീരുമാനമായി. ആ ലേഡിയുടെ മകൾക്ക് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാമ്മ, നമ്മുടെ എല്ലാ പൊസിഷൻസും ദേ ആർ വെരി റിച്ച് കേട്ടോ. വോഗ് എന്നൊക്കെ പറഞ്ഞ മാഗസിൻ്റെ എഡിറ്റർ എന്നൊക്കെ പറഞ്ഞ ഫാഷൻ എഡിറ്റർ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര റിച്ച് ആൾക്കാരല്ലേ. അപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞു, നമ്മൾ ഒരു ബാഗിലൊക്കെ ഒതുങ്ങാവുന്ന, അതായത് ഒരു ലഗേജിൽ മാത്രം ഒതുങ്ങാവുന്ന സാധനങ്ങൾ എടുത്തിട്ട് വിൽ ഡിസ്പോസ് ഓഫ് എവറിത്തിങ് പറഞ്ഞു. മകള് പറഞ്ഞു. അപ്പോൾ മകളും ഒരു 23 വയസ്സൊക്കെ ആയതാ. മോള് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതേ ധൈര്യം എല്ലാവരും വിറ്റു. ഐ തിങ്ക് ദേ വർ ലിവിങ് ഇൻ ന്യൂയോർക്ക് ഓർ സംവെയർ ലൈക്ക് ദാറ്റ് കേട്ടോ. എന്നിട്ട് ഇന്ത്യൻസാണ്. അവരെല്ലാം എടുത്തിട്ട് അവർ പുതിയ സ്ഥലത്തേക്ക് പോയി എന്നാണ് പറയണത്. തായ്ലൻഡോ അങ്ങനെ ഒരു പ്ലേസിൽ, അതായത് വെദർ ഇസ് ഇങ്ങനെ കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് ലൈഫ്, ഒരു സൈക്കിളും 2 ഇത് മാത്രമായിട്ട് ഇവരൊരു അപ്പാർട്ട്മെൻറ്റ് റെൻറ്റ് ഔട്ട് ചെയ്ത് ദേ ജസ്റ്റ് മൂഡ് ഇന്ന് കേട്ടിട്ടുണ്ട്. ഒരു ചെറിയൊരു ഇത് വായിച്ചതാണ്. പിന്നെ അതെന്തായെന്ന് എനിക്കറിയില്ല, പക്ഷേ അതൊരു നല്ല കോൺസെപ്റ്റ് തോന്നി. അപ്പോൾ അവർ പറഞ്ഞു അവർ ബ്ലാക്ക് മാത്രമേ ഇടാറുള്ളൂ എന്ന്. എന്താണെന്ന് വെച്ചാൽ ഈ കളേർഡ് സാരീസും അതും ഇതൊക്കെ ആകുമ്പോൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയല്ലേ ഡ്രസ്സ്, നാളെ എന്താ ഇടണ്ടേ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കും. മിനിമലിസം പ്രാക്ടീസ് ചെയ്യണവർ അങ്ങനെ എക്സ്ട്രീം മിനിമലിസത്തിലേക്കും പോകും കേട്ടോ. അതല്ലെങ്കിൽ നമ്മളെപ്പോലുള്ളവർ ഉള്ളത് ഇപ്പോൾ ഇനിയുള്ളത് ഒന്നും അധികം മേടിക്കണ്ട, ഇനി അങ്ങോട്ട് നമുക്ക് കുറച്ച് നാൾ നിർത്തി വെക്കാം എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. യു ക്യാൻ സേവ് ട്രെമെൻഡസ്ലി. ഇപ്പോൾ എൻ്റെ ഈ മാർച്ച് എൻ്റെ ബർത്ത്ഡേ ആണേ, അതുകൊണ്ട് ഓൾറെഡി ഞാനൊരു സാരി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഞാൻ ഇപ്പോഴേ പറയുന്നത്. ദാറ്റ് ഡേ ഐ വിൽ ബി വെയറിങ് എ ന്യൂ വൺ. അത് ഒരു യെല്ലോ കളറിലെ സാരി. അത് ഞാൻ കുറേ നാൾ മുമ്പ്, ബിക്കോസ് എൻ്റെ ബ്ലൗസസൊക്കെ ഞാൻ കേരളത്തിൽ തയ്ക്കണമായിരുന്നേ, ഓൾറെഡി തയ്ച്ചിട്ട് ഞാൻ കൊണ്ടുവരേണ്ടത് കൊണ്ട് ഞാനത് മേടിച്ചു കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ ഈ 1 മന്ത് നോ പർച്ചേസ് ഇതല്ലേ നമ്മൾ എടുക്കുന്നത്. സോ നോ പർച്ചേസ് ഇതിൽ ആ സാരി എന്ന് ഞാൻ എടുക്കുമ്പോൾ യു ഷുഡ് നോട്ട് തിങ്ക് ദാറ്റ് അതൊരു ന്യൂ പർച്ചേസ് ആണല്ലോ എന്ന് വിചാരിക്കരുത്. ദാറ്റ്സ് അത് കഴിഞ്ഞ വർഷത്തെ പർച്ചേസിലേക്കും കഴിഞ്ഞ മാസത്തെ പർച്ചേസിലാണ് അത് വന്നിരിക്കുന്നത്. സോ മിനിമലിസം പ്രാക്ടീസ് ചെയ്യുന്നവർ ഭയങ്കരമായിട്ട് ഇങ്ങനെ വിഷമിച്ച് മിനിമലിസം ചെയ്യുകയല്ല വേണ്ടത്. ഇപ്പോൾ ഒരു ലെമണേഡ് കുടിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ആ ലെമണേഡിനുള്ള സാധനങ്ങൾ കുറച്ച് വീട്ടിൽ മേടിച്ചുകൊണ്ടെന്ന് വെച്ച് നോക്കിയിട്ട് മേടിച്ച് കുടിക്കുന്നതിനേക്കാളും എത്രയോ നല്ലതും ഹൈജീനിക്കുമാണ്. പിന്നെ വി വിൽ നോട്ട് ഫീൽ ദാറ്റ് യു ആർ സ്പെൻഡിങ് മണി അല്ലേ. ഇത് ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ ഓവർ സ്പെൻഡിങ് ഹാബിറ്റ് ഉള്ളവർക്ക് ഇത് ഒരു മാസം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബിക്കം എ ഹാബിറ്റ്. 41 ഡേയ്സ് ചെയ്യണം എന്നാണ്. നമ്മൾ 30 ഡേയ്സ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചൊരു 11 ദിവസം കൂടെ കണ്ടിന്യൂ ചെയ്ത് 41 ഡേയ്സ് ആക്കിയിട്ട് ഒരു മണ്ഡലമാക്കാം. പിന്നെ അതൊരു ഹാബിറ്റായിട്ട് മാറും. നമുക്ക് വേണ്ടാത്ത ഒരു സാധനവും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കില്ല. പിന്നെ ഈ ക്രെഡിറ്റ് കാർഡുകാർക്കും അവർക്കൊക്കെ നമ്മളോട് ദേഷ്യമായിരിക്കല്ലേ. അല്ല, ക്രെഡിറ്റ് കാർഡ് നിങ്ങൾ യൂസ് ചെയ്തോളൂ. എങ്ങനെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് ഫോർ ദ
മെഡിസിൻസും പിന്നെ ഭക്ഷണ സാധനങ്ങളൊക്കെ മേടിക്കും, അതിൽ യൂസ് ചെയ്തിട്ട് വിതിൻ ദാറ്റ് ക്രെഡിറ്റ് പീരീഡ് നമുക്ക് തരത്തില്ലേ, അതിൽ നമ്മൾ ആ പൈസ അടിച്ചാൽ മതി. സോ ദാറ്റ് നമ്മളൊരു മണി ഫ്ലോ ഉണ്ടാകും നമ്മളുടെ കയ്യിൽ. നമുക്ക് ക്യാഷ് നമുക്ക് ബാങ്കിൽ വീഴുന്നു. ഒരു 25,000 രൂപയാണ് നിങ്ങളുടെ ശമ്പളം എന്നിരിക്കട്ടെ മന്ത്ലി. ആ രൂപ അവിടെ കിടക്കുന്നു. പക്ഷെ നിങ്ങൾ ഈ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് നിങ്ങൾക്കൊരു ബഡ്ജറ്റ് ഉണ്ടാക്കണം. ഇത്രയേ ഞാൻ ചെയ്യത്തുള്ളൂ. 3,000 രൂപയാണ് ഞാൻ പച്ചക്കറിക്കെങ്കിൽ അത്രേ പാടുള്ളൂ. അതിൻ്റെ അടുത്ത ദിവസം എനിക്ക് പച്ചക്കറി വാങ്ങിക്കാൻ പൈസ ഇല്ലെങ്കിൽ വാങ്ങിക്കരുത്. അതിനുള്ളിൽ നമ്മളുടെ 30 ദിവസത്തെ ചാലഞ്ച് തീർന്നിട്ടില്ലെങ്കിൽ പിന്നീട് യു ഷുഡ് നോട്ട് സ്പെൻഡ് ദാറ്റ് ഓൺ വെജിറ്റബിൾസ്. അന്നത്തെ ഒരു ദിവസം ദാൽ കറി ഉണ്ടാക്കുക. ഓക്കെ, നിങ്ങൾ 2-3 കറികൾ ഉണ്ടാക്കുന്ന ആൾക്കാർ ഒരു കറിയായിട്ട് ചുരുക്കി നോക്കുക. ജസ്റ്റ് ഡു ഇറ്റ് ഫോർ 1 മന്ത്. ഇതൊരു ഡീടോക്സ് ആയിട്ട് എടുക്കൂ. ഈ എന്താ പറയുക, സ്പെൻഡ് ത്രിഫ്റ്റ് പിന്നെ വിൻഡോ ഷോപ്പിങ്ങിന് പോകുമ്പോൾ അകത്തേക്ക് അങ്ങ് കയറിയിട്ട് കാണുന്നത് ഇങ്ങനെ പെറുക്കി എടുക്കാൻ തോന്നുന്ന ആളുകൾ പ്ലീസ് കം അലോങ് വിത്ത് മീ. എൻ്റെ കൂടെ ഒന്ന് വരൂ. ഞാനിങ്ങനെ പല പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. ഇപ്പം തന്നെ ഞാൻ എന്താ പറയണ, ഞാൻ കുറേ കാര്യങ്ങൾ അങ്ങനെ ചെയ്തിട്ട് തന്നെയാണ്, ബഡ്ജറ്റിങ്ങിലൂടെ തന്നെയാണ് ഞാൻ എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത് കേട്ടോ. എൻ്റെ സാലറി കിട്ടിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു എക്സ് എമൗണ്ട്, ഇപ്പം എമൗണ്ട് ഞാൻ പറയുന്നില്ല, ആ എക്സ് എമൗണ്ട് ഞാൻ ജ്വല്ലറി മേടിക്കുമായിരുന്നു. ജ്വല്ലറി ഇൻ ദ സെൻസ് ഗോൾഡ്. ജ്വല്ലറി ആയിട്ട് വാങ്ങിച്ചത് എന്തിനാണെന്ന് വെച്ചാൽ എനിക്ക് ആ സമയത്ത് എനിക്ക് ഡെക്കപ്പ് ചെയ്യുന്നത് ഇഷ്ടമായിരുന്നു, മനസ്സിലായോ. പക്ഷേ ആ ജ്വല്ലറിയുടെ എന്താ പറയുക, ഈ ഗോൾഡിൻ്റെ ഹെഡ്ജിങ് ഇഫക്റ്റ് കൊണ്ട് ഐ ഹാവ് ബിക്കം റിച്ച് ടുഡേ. അത് പറയുന്നതിന് കുഴപ്പമില്ലല്ലോ. അതൊരു തരം വെൽത്ത് തന്നെയാണ് അല്ലേ ലേഡീസിന്. ഞാൻ പണ്ടും പറഞ്ഞിരുന്നു, ഗോൾഡ് വാങ്ങിച്ച് വെക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പ്രത്യേക ഒരു ഹെപ്പുണ്ട്. ആ ചെറുപ്രായത്തിൽ ഇടാൻ ഇഷ്ടമുള്ളവർക്ക് ഇടുക, പിന്നെ അല്ലെങ്കിൽ ഹെഡ്ജ് ചെയ്യുക. ഓക്കെ, ഐ മീൻ ഹെഡ്ജിങ് ഇഫക്റ്റിന് വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യുക. പിന്നീട് അത് എല്ലാവർക്കും ഇഷ്ടമാവണമെന്നില്ലെങ്കിൽ യു യൂസ് ഇറ്റ് ഫോർ ബൈയിങ് ഷെയർസ്, SIP പോലുള്ള സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻസിൽ ചെയ്യുക. അത് ഏത് പ്ലാനാണ് നല്ലത്, ഏതാണ് ഇതെന്നുള്ളത് നമുക്കറിയില്ലാത്തതുകൊണ്ട് അതിൻ്റെതായ ആപ്സ് ഉണ്ടല്ലോ. ഗ്രോ ആപ്പ് ഉണ്ട്, എക്കണോമിക് ടൈംസിൻ്റെ ആപ്പൊക്കെ ഇല്ലേ, അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ മിക്കവാറും തന്നെ കുറച്ച് ഡീസൻ്റ് ആയിട്ടുള്ളത് തന്നെയായിരിക്കും. സോ മേക്ക് യൂസ് ഓഫ് ദാറ്റ് ആൻഡ് ഡു ഇറ്റ്. കാരണം ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സിൻ്റെ അടുത്തേക്ക് എപ്പോഴും പോകുമ്പോൾ ഒരു പ്രാവശ്യം എടുക്കാം, എന്നാലും ഇല്ലേ നമ്മുടെ മണി എങ്ങനെയൊക്കെയാണ് പോകുന്നതെന്ന് നമ്മളും കൂടെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ അവരുമായിട്ട് ഒരു നല്ല ക്ലോസ് റിലേഷൻഷിപ്പൊക്കെ ഉണ്ടാക്കണം ആദ്യം മുതൽ തന്നെ. അതായത് യു ഷുഡ് ഹാവ് വൺ സോളിഡ് ഫിനാൻഷ്യൽ അഡ്വൈസർ. എന്നിട്ട് അവരുടെ അടുത്ത് നിങ്ങളുടെ വീക്ക്നെസ്സസിനെ പറ്റിയും പറയണം. കാരണം നിങ്ങൾക്ക് സ്പെൻഡിങ് നിങ്ങളുടെ ഒരു വീക്ക്നെസ് ആണ്. അപ്പോൾ അവർ പറയുന്ന ആ സ്പ്രെഡ്ഷീറ്റിൽ അവരെങ്ങനെ പറയുന്നു ആ എക്സ്പെൻസസ് ഇത്രേ ചെയ്യാവുള്ളൂ, ഇനി അങ്ങനെ ചെയ്യാവുള്ളൂ. അതിനൊരു മുന്നോടിയായിട്ട് കൊച്ചു മക്കളൊക്കെ ഉണ്ടെങ്കിൽ, 30 വയസ്സുകാരൊക്കെ ഉണ്ടെങ്കിൽ, കേൾക്കുന്നവരുണ്ടെങ്കിൽ ജോയിൻ വിത്ത് മീ. 50 വയസ്സുകാരുണ്ടെങ്കിൽ ജോയിൻ വിത്ത് മീ. അത് കഴിഞ്ഞിട്ടുള്ളവർക്കും ജോയിൻ ചെയ്യാം. യു വിൽ ഫീൽ എനോർമസ്ലി കംഫർട്ടബിൾ വെൻ യു ജസ്റ്റ് ഡോണ്ട് സ്പെൻഡ് സം മണി ഓൺ സംതിങ് വിച്ച് യു ഡോണ്ട് റിക്വയർ. അത് ചിലപ്പോൾ ബുക്സ് ആകാം. ഞാനും കുറേ ബുക്സ് മേടിച്ച് കൂട്ടിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ ഇരിക്കും. കുറച്ച് വായിക്കും, കുറച്ച് മാറ്റി വയ്ക്കും. അപ്പോൾ ഈ ബുക്സിൻ്റെ ഒരുപാട് വാങ്ങിക്കുന്ന ഹാബിറ്റ് ഉണ്ടെങ്കിൽ 1 മന്ത് യു ക്യാൻ കീപ്പ് ഇറ്റ് അവേ. പിന്നെ ഫേക്ക് ജ്വല്ലറീസ് വാങ്ങിക്കുന്ന ഹാബിറ്റ് ഉണ്ടെങ്കിൽ അത് വേണ്ടാന്ന് വെക്കുക. പിന്നെ സ്നാക്സ് വാങ്ങിക്കുന്ന ഹാബിറ്റ് ഉണ്ടെങ്കിൽ അത് വേണ്ടാന്ന് വെക്കുക. പിന്നെ എന്തായിരുന്നു, ജ്യൂസസ്, ഡ്രിങ്ക്സ്, അതായത് കൂൾ ഡ്രിങ്ക്സ് ഒക്കെ കേട്ടോ. പിന്നെ ആണുങ്ങളാണെങ്കിൽ സിഗരറ്റ്സ്, പിന്നെ ചെറുതായിട്ടൊരു ലിക്കർ അടിക്കുന്നത്, ഇതെല്ലാം ഒതുക്കി മാറ്റുക. ഇപ്പം മാർച്ച് ആയതുകൊണ്ട്, ഇവിടെയൊക്കെ റംസാൻ മാസവും കൂടെ ആയതുകൊണ്ട് ഇറ്റ് ഈസ് ഈസി. ഒരു ഹോളി മന്തും കൂടെ അല്ലേ. സോ വൈ ഡോണ്ട് വി ജസ്റ്റ് ടൈ ആർ എന്താ പറയുക നോൺ സ്പെൻഡിങ് ഹാബിറ്റ് ടു ദാറ്റ് ഹോളി മന്ത്. അതായത് നമ്മൾ ഇതിനെ ഒന്ന് സ്പിരിച്വലുമായിട്ട് അങ്ങ് ബന്ധിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ തൊടൂല ഇതൊന്നും അല്ലേ. അങ്ങനെ പിന്നെ കുട്ടികൾ അമ്മമാർ അച്ഛന്മാരുടെ അടുത്തൊക്കെ വന്നിട്ട് പൈസ ചോദിക്കുന്നുണ്ടെങ്കിൽ, ഇതാ ഞാൻ ഈ ചാലഞ്ചിലാണ്, നിങ്ങൾക്ക് ഈ മാസത്തേക്കുള്ളത് നാളെ 28-ാം തീയതി തന്നെ, ഫെബ്രുവരി 28-ാം തീയതി തന്നെ കൊടുക്കുക കേട്ടോ. ഇന്നാണല്ലേ 28. അപ്പോൾ 28-ാം തീയതി തന്നെ കൊടുത്തു വെക്കുക. അപ്പോൾ ഇനി 1-ാം തീയതി മുതൽ അമ്മ തരൂല, നിങ്ങൾ ഇതിനുള്ളിൽ വേണം നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ചെയ്തു നോക്കുക. അപ്പോൾ അവരും ആ ചാലഞ്ചിൻ്റെ പാർട്ടാവും. പറയും നിനക്കും ചാലഞ്ചിൻ്റെ പാർട്ടാവണമെങ്കിൽ നീ ഈ പൈസ ചിലവാക്കാതെ കാണിക്കൂ എന്ന് പറയണം. അങ്ങനെ എന്നിട്ട് പറയണം, നീ ഇത് ചിലവാക്കാതെ വെക്കുകയാണെങ്കിൽ 30-ാമത്തെ ദിവസം നിനക്ക് ഇതേ എമൗണ്ട് 500 കൊടുക്കണമെങ്കിൽ ഇതേ എമൗണ്ട് നീ ഈ എമൗണ്ട് എന്നെ കാണിച്ചു തന്നാൽ ഇതേ എമൗണ്ട് ഞാൻ നിനക്ക്
കൂടുതലായിട്ട് തരും. അതായത് നിനക്ക് 1000 രൂപ ഞാൻ തരും ആ മാസം എന്ന് പറയണം. അങ്ങനെയൊക്കെ ഒന്ന് എടുത്ത് നോക്കുക ആ ചാലഞ്ച്. സോ ഒരു തരം ഇൻസ്പിറേഷൻ, എന്താ പറയണേ, സേവിങ് ഫോർ നത്തിങ്. എന്തെങ്കിലും ഒരു കാരണത്തിന് വേണ്ടിയാണോ സേവ് ചെയ്യണത്? അല്ല, വെറുതെ ഒന്ന് സേവ് ചെയ്ത് നോക്കൂ. എന്ത് തോന്നുന്നു ഞാൻ ഈ പറയുന്ന ചാലഞ്ചിനെ പറ്റിയിട്ട്? വിൽ വി നോട്ട് ഫീൽ നൈസ്? പണ്ട് ഞാൻ സാരികൾ മേടിക്കുന്ന കാര്യം പറഞ്ഞില്ലേ, അപ്പോൾ ഇല്ലേ, എപ്പോഴും എനിക്കിതായിരുന്നു പണി. ഞാനിന്ന് ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ പോകും, എനിക്കൊരു പെർട്ടിക്കുലർ കടയുണ്ട്, അവിടെ നിന്ന് ഞാൻ വാങ്ങിച്ചിട്ട് വരുമായിരുന്നേ. ആദ്യമൊക്കെ അതൊരു എന്താ പറയണേ, എങ്ങനെ അങ്ങ് പോകാൻ തുടങ്ങിയിരുന്നു പൈസ. പിന്നീട് ഞാൻ എന്ത് ചെയ്തു എന്നറിയാവോ, ഞാൻ ചിട്ടി ചേർന്ന് വയ്ക്കാൻ തുടങ്ങി ഒരു സാരിക്കടയിൽ. എന്നിട്ട് അവിടെ നിന്ന് ഞാൻ ആ പൈസ വട്ടെത്തുമ്പോൾ മാത്രം ഞാൻ പോയി ആ എമൗണ്ടിന് വാങ്ങിക്കും. അതായിരുന്നു എൻ്റെ ബഡ്ജറ്റ്. അത് കഴിഞ്ഞ് പിന്നെ ആ ക്രേസ് അങ്ങോട്ട് മാറി. ലൈക്ക് ഇറ്റ്സ് ഓക്കെ, ഐ ഹാവ് സഫിഷ്യൻ്റ് എന്ന് ആയിക്കഴിഞ്ഞപ്പോൾ ഇല്ലേ, മനസ്സ് നിറഞ്ഞു എന്ന് പറഞ്ഞ ആ ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തിക്കഴിഞ്ഞപ്പോൾ ഐ സ്റ്റാർട്ടഡ് ബൈയിങ് ബ്ലൗസസ്, കേട്ടോ. എന്നിട്ട് ഈ സാരികൾക്കെല്ലാം ഞാൻ മിക്സ് ആൻഡ് മാച്ച് ചെയ്യാൻ തുടങ്ങി. ഒരാൾ ചോദിച്ചിരുന്നു ഇതിൽ കേട്ടോ. ഇതും ഒരു മിനിമലിസത്തിൻ്റെ ഭാഗമായിട്ട് കുട്ടികളും. പിന്നീട് ആ ബ്ലൗസസ് നിങ്ങൾക്കത് ഒന്ന് ഓൾട്ടർ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം കേട്ടോ. കാരണം എൻ്റെ കയ്യിലുള്ള ബ്ലൗസൊക്കെ 20 വർഷം പഴയത് വരെയുണ്ട്. അതാവുമ്പോൾ എനിക്ക് അന്ന് ഞാൻ പറഞ്ഞു ഹൗ ഐ യൂസ് മൈ തിങ്സ്ന്ന്. ക്വാളിറ്റിയുള്ള സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ അത് കുറേ നാൾ നിൽക്കില്ലേ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ മിനിമലിസത്തിൻ്റെ ഒരു തിയറിയാണ് ജസ്റ്റ് ഡോണ്ട് ബൈ തിങ്സ് വിച്ച് യു ജസ്റ്റ് ഡോണ്ട് യൂസ് ഫോർ 30 days. അതായത് 30 ദിവസമായിട്ട് അവിടെ അനങ്ങാതിരിക്കുന്ന സാധനം നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമേ ഇല്ലെന്നർത്ഥം, കേട്ടോ. അപ്പോൾ അത് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു 30 ദിവസം സമയം കൊടുത്ത് നോക്കിയേ, നിങ്ങൾക്ക് ഇന്ന സാധനം വാങ്ങിക്കണം എന്നാണെങ്കിൽ ഒരു എയർ ഫ്രയറോ, ചിലപ്പം കുട്ടികളൊക്കെ വീട്ടിലാണെങ്കിൽ അത് ആവശ്യമായിരിക്കും. പക്ഷെ ഞങ്ങളെപ്പോലുള്ളവരൊന്നും അത് യൂസ് ചെയ്യത്തില്ല. അല്ലെങ്കിൽ എന്താ പറയുക, ഇത് കൺവെക്ഷൻ, വാട്ട് ഈസ് ദാറ്റ്, അവൻ, അതൊന്നും ഞങ്ങൾക്ക് ഇപ്പോൾ ആവശ്യമില്ല. ബിക്കോസ് വി ഡോണ്ട് ബേക്ക്. നമ്മുടെ ശരീരത്തിന് അത് നല്ലതല്ലേ ഇപ്പോൾ ബേക്ക് ചെയ്ത് കഴിക്കുന്നതൊന്നും. സോ ദോസ് തിങ്സ് ആൻഡ് ഓൾ, വി ജസ്റ്റ് ഡോണ്ട് നീഡ് ടു ബൈ ആൻഡ് സ്റ്റോക്ക് അറ്റ് ഹോം, അല്ലേ. വേണമെങ്കിൽ അത് ഒരു 1-2 കേക്ക് ബേക്ക് ചെയ്തിട്ട് ഫ്രഷ് ആയിട്ട് കിട്ടുന്ന സ്ഥലത്ത് നിന്ന് ഹോം മെയ്ഡൊക്കെ ഉണ്ട്, അത് മേടിച്ചാൽ പോരെ. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു മിനിമലിസത്തിൻ്റെ പാതയിലേക്ക് നമുക്ക് പോകുമ്പോൾ നമ്മൾ ഒന്നിച്ച് ട്രാവൽ ചെയ്യണമെങ്കിലേ നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ എളുപ്പമായിരിക്കും. സോ ഐ എം ടേക്കിംഗ് ദിസ് ആസ് എൻ ഓപ്പർച്യൂണിറ്റി. 30 ദിവസം പ്ലസ് ഒരു 11 നമുക്ക് നോക്കാം. അങ്ങനെ ആകുമ്പോൾ 11 എനിക്ക് 41 ദിവസം ചെയ്യണം എന്നാണ്. എന്താ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, അപ്പോഴേക്കും എൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് എൻ്റെ ഫ്രണ്ട്സിന് പുറത്തു കൊണ്ടുപോയിട്ട് ഫുഡൊക്കെ കൊടുക്കണം. അപ്പം അത് 41 മണ്ഡലം പറ്റുമെന്ന് എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ ലെറ്റ് മീ സീ. അപ്പോൾ അതൊരു ചാലഞ്ചുണ്ട് എൻ്റെ മുമ്പിൽ. അത് അല്ലെങ്കിലും 30 days ഓഫ് കോഴ്സ് ഐ വിൽ കംപ്ലീറ്റ്. എടുത്തു കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് ചെയ്യും കേട്ടോ. മറ്റേത് 11 ഞാനൊരു ബോണസിന് വേണ്ടി പറയണേ. അപ്പം നിങ്ങൾ വീട്ടിലിരിക്കുന്നവരാണെങ്കിലും, പണ്ട് എൻ്റെ അച്ഛമ്മയില്ലേ, പെട്ടെന്ന് കറികൾക്കൊന്നും ഇല്ലെങ്കിൽ നാട്ടിലുള്ളവരോടാണേ, അല്ലെങ്കിൽ ടെറസിൽ മട്ടുപ്പാവിൽ കൃഷി ചെയ്യുന്നവരോടാണേ, ഒന്ന് കയറി ഒന്ന് നോക്കിക്കേ. ഒരു ദിവസം നിങ്ങൾക്ക് ഒരു പച്ചക്കറിക്കുള്ളത് അവിടെ ഉണ്ടാവില്ലേ. കുറച്ച് തക്കാളി, അങ്ങനെയാണെങ്കിൽ കുറച്ച് തക്കാളിയും കുറച്ച് പച്ചമുളകും കിട്ടിയെന്ന് പറയണേക്കാം ചിലരുടെയൊക്കെ, ലക്ഷ്മി നായരുടെ വീഡിയോയിലൊക്കെ. അപ്പോൾ അത് കൊണ്ടുവന്നിട്ട് ഉടനെ അത് ചോപ്പ് ചെയ്തിട്ടൊരു കറി, അല്ലേ, ഒരു മുട്ട കുത്തി ഒഴിച്ചിട്ടോ. മുട്ട കഴിക്കാത്തവരാണെങ്കിൽ ഇത് മാത്രമായിട്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കി ഒരു ദോശയും കഴിച്ച് നോക്കിക്കേ, കഴിഞ്ഞു. അപ്പോൾ അന്നത്തെ വൈകുന്നേരത്തെ ദിവസത്തെ ഒരു സിമ്പിൾ മീലായി. ഇതൊരു പിശുക്കിൻ്റെ പാതയെന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട കേട്ടോ. ദിസ് ഈസ് വാട്ട് ഐ വോണ്ട് ടു ഡു ആൻഡ് ഐ വോണ്ട് എവ്രി വൺ. കൺസ്യൂമറിസം ഒരുപാട് ഗ്രിപ്പ് ചെയ്ത് തുടങ്ങി നമ്മളെ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആവശ്യങ്ങൾക്ക് മാത്രം നമ്മുടെ പണം ഉപയോഗിച്ചാൽ പിന്നീട് നമുക്ക് നമ്മുടെ സന്തോഷങ്ങൾക്ക് വേണ്ടി അത് ചിലവഴിക്കാമല്ലോ. വി ക്യാൻ തിങ്ക് ഹൗ ടു എന്താ പറയുക, സ്പെൻഡ് ദിസ് മണിന്ന്. നമുക്ക് കുറച്ച് നാളൊക്കെ കഴിയട്ടെ. എൻ്റെ ഒരു 10K 25K ഒക്കെ സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞാൽ ഞാൻ നാട്ടിലുള്ള സമയമാണെങ്കിൽ വി വിൽ മീറ്റ് അപ്പ് സംവെയർ. അതിന് വേണ്ടിയിട്ട് വി ഓൾ ഷുഡ് പൂൾ ഇൻ, ബിക്കോസ് ഐ വിൽ നോട്ട് ബി ഏബിൾ ടു പൂൾ ഇൻ അല്ലേ. അപ്പോൾ വി ഓൾ ഷുഡ് പൂൾ ഇൻ. അപ്പോൾ ആ പൂൾ ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയ ബഡ്ജറ്റ് വെച്ചിട്ട് ഒരു നല്ല എന്താ റിസോർട്ടിലോ രാവിലെ പോയിട്ട് ഒരു ബുക്ക് റീഡിങ് സെഷൻ, ബുക്സ് കൊണ്ടുവരിക, അല്ലെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങളെ പറ്റി സംസാരിക്കുക, നിങ്ങളെ കേൾക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പേര് അന്യോന്യം ഒരു ഗ്രൂപ്പായിട്ടിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാം. വി വിൽ ഡു സച്ച് തിങ്സ്. ഞാൻ അതാ വിചാരിച്ചിരിക്കുന്നത് കേട്ടോ. നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യണം. വെറുതെ ഇരുന്ന് ഇങ്ങനെ സംവദിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. വി നീഡ് ടു ഗെറ്റ് ഇൻ ടു സം ആക്ടിവിറ്റീസ്. നമ്മുടെ ബ്രെയിനും നമ്മുടെ മനസ്സും ഒക്കെ
വർക്ക് ഇങ്ങനെ ഒരുപാട് പ്രഷർ ചെയ്ത് ഉള്ള കളികളും അങ്ങനെയൊന്നും വേണ്ട. വെറുതെ സംസാരിക്കുക. ചിലർക്ക് ആരെങ്കിലും ഒന്ന് കേട്ടാൽ മതി. എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ എത്ര പിള്ളേരാണെന്നറിയോ കുറേ മെസ്സേജസ് അയച്ചിട്ടുണ്ട്. എനിക്ക് സമയം കിട്ടണ അനുസരിച്ച് ഞാൻ വായിച്ചിട്ട് അവർക്ക് ഓരോ റിപ്ലൈ കൊടുക്കാറുണ്ട്. അപ്പോൾ ചിലയിടത്ത് കേൾക്കാൻ ആൾ വേണം അല്ലേ, നമുക്ക് സംസാരിക്കാൻ ആളില്ല. അപ്പോൾ ഇതും എല്ലാം കൂടെ ആകുമ്പോൾ നമ്മളൊരു മിനിമലിസ്റ്റിക് ലൈഫ് സ്റ്റൈലിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് ഒരു എന്താ പറയുക, ഒരു സമയവും അതിനുള്ള പണവും ഒക്കെ നമ്മുടെ കയ്യിലുണ്ടാവും ഇല്ലേ? നിങ്ങൾക്ക് തോന്നുന്നില്ലേ? നിങ്ങൾ പറയൂ, ഇതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ. മുഴുവനും കേൾക്കുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. വലിയ വലിയ വീഡിയോസ് ആകുമ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്ത് പോകുന്നു. സോ ഐ വിൽ ജസ്റ്റ് സ്റ്റോപ്പ് വിത്ത് ദിസ് 15 minutes വീഡിയോ. ഓക്കെ, കമൻറ്റ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നമുക്കിതൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി മാർച്ച് 1 കാണുള്ളൂ നമ്മൾ.